എഴുതിയ കാലഘട്ടം AD 70 80 അകത്ത്. AD 70 80 അകത്ത്. പ്രധാന വ്യക്തികൾ 3 പേരാണ്: യൂദ, യാക്കോബ്, യേശു. യൂദ, യാക്കോബ്, യേശു. യൂദ, യാക്കോബ്, യേശു. മർമ്മപദം ഈ പുസ്തകത്തിലെ ഒറ്റ അധ്യായമാണ് മർമ്മപദം. വിശ്വാസത്തിനായി പോരാടുക. വിശ്വാസത്തിനായി പോരാടുക. വിശ്വാസത്തിനായി പോരാടുക. പ്രധാന വാക്യം യൂദ 3-ാമത്തെ വാക്യം. യൂദ 3-ാമത്തെ വാക്യം. ആ 3-ാമത്തെ വാക്യം വായിച്ച് മുൻപിലോട്ട് പോകാം. വായിക്കാമോ? പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്കാണ് നമ്മളിവിടെ വായിച്ചത്. പ്രധാന വാക്യമാണ് കേട്ടോ, 3-ാമത്തെ വാക്യം. ആമേൻ. അവിടെ ഇങ്ങനെയാണ് നമ്മൾ തുടക്കം തന്നെ ഇങ്ങനെയാണ്: പ്രിയരെ എന്ന് പറഞ്ഞാൽ ലിൻഡ എവിടെയാ നോക്കുന്നത്? പ്രിയരെ. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ഏത് വാക്യം വായിച്ചേ? എവിടെയാ ഇരിക്കുന്നേ? ക്ലാസ്സിൽ. ഇവിടെ നമ്മൾ വായിച്ച 3-ാമത്തെ വാക്യം: പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്. എന്താണ് പൊതുവിൽ? നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല രക്ഷ. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം ഇതാണ്. പൊതുവിൽ ഇന്ന് നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ എത്ര സമയം വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പൊതുവിൽ സ്തോത്രം. കാരണം കോടിക്കണക്കിന് ജനം നമുക്ക് ചുറ്റുമുണ്ട്. ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. പ്രൈസ് ദി ലോർഡ്. അതാണ് അവിടെ വളരെ ബഹുമാനത്തോടെ റെസ്പെക്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നൊരു വാക്ക് കണ്ടോ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ആമേൻ ചെയ്യുകയാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നതിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്തിന് പോരാടുന്നു? വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഇതൊരു പോരാട്ടമാണ് അല്ലേ? ഇതെന്താണ് പൗലോസ് എന്താ പറഞ്ഞേ? പൗലോസ് എന്താ പറഞ്ഞെന്നറിയാമോ? ആമേൻ. നമ്മൾ നിൽക്കുന്ന എവിടെയാ? ഒരു പോരാട്ടക്കളത്തിലാ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ എനിക്കുള്ള വിശ്വാസമല്ല തങ്കമേന്റിക്കുള്ള വിശ്വാസം. ഇപ്പൊ തങ്കമേന്റിക്കുള്ള വിശ്വാസമല്ല ബിന്ദുസിസ്റ്റുക്കുള്ള വിശ്വാസം. ബിന്ദുസിസ്റ്റിന്റെ വിശ്വാസമല്ല ലിൻഡയ്ക്കുള്ള വിശ്വാസം. ആമേൻ. ഇവർ രണ്ടുപേരെയും വിശ്വാസമല്ല പ്രൊഫസർക്കുള്ള വിശ്വാസം. പ്രൊഫസർക്കുള്ള വിശ്വാസമല്ല ജോബിയുടേതല്ല സെബിൻ്റെത്. ആമേൻ. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നറിയാമോ? പോരാട്ടക്കളത്തില. ഒരു ദൈവപൈതൽ എവിടെയാണ് പറഞ്ഞേ? പോരാട്ടക്കളത്തില. ഞാൻ ചോദിക്കട്ടെ, 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം ശാന്തമായി ഔട്ട്സൈഡിലെ ഒരു ശബ്ദവും കേൾക്കാതെ
ഒരു ശബ്ദത്തിനും ചെവി കൊടുക്കാതെ 1 മണിക്കൂർ. സാറിന് പറയാം 1 മണിക്കൂർ പോയിട്ട് 1 മിനിറ്റ് ഇരിക്കാൻ സമയമില്ല. സാറിന് എന്ത് പറഞ്ഞുകൂടാത്തെ? ഔട്ട്സൈഡിലെ ശബ്ദം നിഷേധിക്കാനോ പറ്റില്ല. ഞാൻ സംസാരിക്കാതിരുന്നാൽ ശരിയാകത്തില്ല. ശരിയാകണം. സ്തോത്രം. ശരിയാകണം. നമ്മൾ ചില മണിക്കൂറുകൾ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറഞ്ഞേ, പോരാടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പോരാടി പ്രാർത്ഥിക്കണം. ആമേൻ. ഒരു ദിവസം നമുക്ക് തിരക്കൊന്നും എല്ലാ ദിവസവും തിരക്കാണെങ്കിൽ പോലും ഒരു ദിവസം 1 മണിക്കൂർ ഈ ചെവിയിൽ നമ്മൾ എന്തെല്ലാം വാർത്ത കേൾക്കുന്നില്ലേ? അല്ലേ? ഒരുപാട് വാർത്തകൾ. ഇതിനെ ഒന്ന് ശുദ്ധീകരിച്ച് ഒന്ന് ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ എറിഞ്ഞു കളഞ്ഞിട്ട് ഒന്ന് സ്വസ്ഥമായി നിലത്തൊരു പായോ ഒരു ഷീറ്റോ വിരിച്ച് ആമേൻ സ്തോത്രം നെടുംപാടേങ്ങ വീഴണം. ഞാൻ ഇന്നൊരു വീഡിയോ ആമേൻ സ്തോത്രം നമ്മുടെ കർത്താവിന് ദാസ് ബിന്ദുസിസ്റ്റർ കാണിച്ചു കൊടുത്തു. കൊറിയ ഒരു ചർച്ചിലെ ചിലപ്പോഴൊക്കെ നമ്മുടെ ഇതിനകത്ത് ഗ്രൂപ്പിനകത്തുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കൊറിയ ചർച്ചിലെ ഒരു വർഷിപ്പ് അല്ലെങ്കിൽ ഒരു ചർച്ചിലെ ആരാധന. ആമേൻ. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് വസ്ത്രത്തിലോ ആഡംബരത്തിലോ ഒന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഇതിലൊന്നും അല്ല കേട്ടോ. ആമേൻ. നെടുമ്പാടെ വീണ് കരയാൻ ഓടയാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ സ്തോത്രം. കേരളത്തിൽ മാത്രമാണ് സഭകൾക്ക് വളർച്ചയില്ലാത്തത്. വടക്കേ ഇന്ത്യയുടെ കൊറിയ സഭയിലൊക്കെ നോക്കണം, ലക്ഷക്കണക്കിന് ജനം ആമേൻ രാവെന്നില്ല പകലെന്നില്ല ദൈവത്തിന് വേണ്ടി ജനത്തിനു വേണ്ടി കരയുവാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങി നിൽക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അങ്ങനെ പറയാം അല്ലേ പ്രൊഫസറെ? ലക്ഷക്കണക്കിന് ജനം അല്ലേ? കണ്ടില്ലേ? കാണുന്നില്ലേ പ്രൊഫസറെ? നമ്മൾ ഞാൻ ഷെയർ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ജനം തറയിലങ്ങ് കമന്ന് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രാപിക്കാൻ സ്തോത്രം. പ്രാപിക്കാൻ വേണ്ടി 2 മണിക്കൂറോ 3 മണിക്കൂറോ നമ്മൾ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഒരു നഷ്ടവും വരത്തില്ല പ്രിയരെ. സ്തോത്രം. ഇതൊരു പോരാട്ടക്കളമാണ്. എന്നിട്ട് നിങ്ങൾ പറയണം ആമേൻ എൻ്റെ ദേശത്തിന് സ്വസ്ഥതയില്ല എന്ന്. എന്നിട്ട് നിങ്ങൾ പറയണം. ഒരിക്കലും പറയേണ്ടി വരത്തില്ല. സ്തോത്രം. ദൈവം എല്ലാം കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു ചൂലിൻ്റെ കുത്തഴിഞ്ഞ് കിടന്നാൽ, ഒരു ചൂലിനെ കെട്ടി ബന്ധിച്ച ഒരു ചരടിൻ്റെ കെട്ട് പൊട്ടിപ്പോയാൽ, ഇപ്പം ഇതിനകത്തിരിക്കുന്ന ആമേൻ ഒരാൾ മുറ്റം അടിക്കുമ്പോൾ ആമേൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭാഗമാണ് കെട്ട്. അത് പൊട്ടി താഴെ വീഴ്ന്നു കഴിഞ്ഞാൽ ആ ഒരു രംഗം, ആ സീന് ആ ചൂല് പിടിച്ച ആളുടെ മുഖത്ത് നോക്കിയാൽ കാണാൻ കഴിയും. അയ്യോ എന്നൊരു വിളി. കാരണം വേറൊന്നുമില്ല, നിസ്സാര ചൂല. പക്ഷെ അവർ ചിന്തിക്കുന്നറിയാം, ഇതെങ്ങനെ ഇനി അടുക്കി തിട്ടപ്പെടുത്തി വയ്ക്കാമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദേശത്ത് കുത്തഴിഞ്ഞു കിടക്കുന്ന കെട്ടുപൊട്ടി നടക്കുന്ന 100 കണക്കിന് പേരെ നിങ്ങൾ ഒരാളിൻ്റെ മുഴങ്കാൽ മടങ്ങുന്നതിൽ ആമേൻ ദൈവം തൊടുമെന്ന് പറഞ്ഞാൽ എനിക്കിന്ന് രാത്രി പ്രാഗൽഭ്യത്തോടെ പറയാം, 100 കണക്ക് അനുഭവം എനിക്കുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. ഒരിക്കൽ അബ്രഹാം ചോദിച്ചത് ഇങ്ങനെ, കർത്താവേ, ഒരു നീതിമാൻ ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ, അല്ലേ? തുടങ്ങിയത് 50-ലാ. 50-ൽ തുടങ്ങി 1-ൽ വന്നു. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് കൊടുക്കുമ്പോൾ ചെറിയത് നല്ലല്ലോ, മുകളിൽ നിന്നല്ലേ. കർത്താവ് 50 പേരുണ്ടെങ്കിലോ? ഇല്ല. ലാസ്റ്റ് താൻ 1-ലൊന്ന് പറയല്ലേ? ഇല്ല അബ്രഹാമേ, ഇല്ല. കാരണം അവൻ ചോദിച്ചൊരു കാര്യമുണ്ട്. ലോത്ത് ആയിരിക്കുന്ന പട്ടണം സോദോം, അവിടെ ഉറപ്പായിട്ട് ദൈവത്തിൻ്റെ അടി വീഴുമെന്നറിയാം. അതുകൊണ്ടാണ് ഇടിവിൽ നിന്ന് പോരാടി പ്രാർത്ഥിക്കാൻ ഒരു പോരാട്ട വീരനായ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയത്. നമ്മളെല്ലാവരും വാഴ്ത്തത്വം പ്രാപിച്ചവരാ, നമ്മളെല്ലാവരും അനുഗ്രഹം പ്രാപിച്ചവരാ, ഇനിയും വാഴ്ത്തത്വം പ്രാപിക്കേണ്ടവരാ, ഇനിയും ദൈവാലോചന കൈക്കൊള്ളേണ്ടവരാ, ഇനിയും ദൂതുകൾ പറയേണ്ടവരാ, ഒതുങ്ങിയിരിക്കേണ്ടവരല്ല എന്നാണ് ഈ പുസ്തകത്തിൻ്റെ 3-ാമത്തെ വാക്യം ഇവിടെ വായിക്കുന്നത്. പ്രിയരേ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഇന്ന് ഭവനത്തിൽ ഇരുന്നപ്പോൾ ആമേൻ സ്തോത്രം, ഒന്ന് മാറി ഫോൺ കോളുകൾ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ പറയാ, ഇനി എടുക്കണ്ട, ഇനി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പം ഉച്ചഭക്ഷണമൊക്കെ എന്ത് ചെയ്യും, മുടങ്ങിപ്പോവും. അതുകൊണ്ട് ഇനി എടുക്കണ്ട. അവർക്കറിയില്ലല്ലോ അതിൻ്റെ ആഴം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പേരൊന്നും പറയുന്നില്ല, ഇതൊക്കെ കണ്ടു കാണും. പ്രൈസ് ദി ലോർഡ്.
ആമേൻ, ആമേൻ. നമ്മുടെ സുജനാ ദേവദാസി 40 ദിവസം ഉപവാസമാണ്. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഈ ഹാളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു ആലോചന തന്നു. ആലോചന പറയാൻ വേണ്ടി വിളിക്കാൻ വേറൊരാൾ വിളിച്ചു. നമ്മുടെ ഈ മീറ്റിങ്ങിനകത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ ദൂത് 21 ഡേയ്സ് ദൈവാത്മാവിൽ ഒരു ദൂത് പറഞ്ഞു മിനി മാത്യൂസിന്. അവർ അതേ പിറ്റേ ദിവസം മുതൽ 21 ഡേയ്സ് ഉപവാസം ഇരിക്കുക. ഇന്ന് 10ാമത്തെ ദിവസമായി. പറഞ്ഞ ദൂത് നിറവേറി. അത് വിളിച്ച് 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണം. ആമേൻ. അടുത്ത് സുജനവാസി വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോൾ അടുത്ത് വേറൊരു കോള്. അതും എടുത്തിങ്ങനെ ഈ വെയിറ്റ് ചെയ്യുന്നവർക്ക് ഒരു പരിധി ഉണ്ടല്ലോ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? പോരാട്ടക്കളത്തില്ല. സ്തോത്രം പറ. ആമേൻ. നമ്മുടെ ശബ്ദം വേറെ ഒന്നിലേക്ക് ഉയരരുത്. സ്തോത്രം. ഒരിക്കൽ ഒരു കഴുത അതിങ്ങനെ മരുഭൂമി കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. തലേ കിഡ്നിയുള്ളവരും ശ്രദ്ധിക്കണം. മരുഭൂമി കൂടെ കഴുത നടന്നു പോയപ്പോൾ പുലി ഈ കഴുതയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. കഴുതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം നിൽക്കുന്ന ആരാ? പുലിയാ. അപ്പോൾ പുലി ചോദിക്കുക, എൻ്റെ നിറം ഏതാണെന്ന് കഴുതയോട് ചോദിച്ചു. കഴുത പറഞ്ഞു, എന്നിട്ട് നിറം എന്താ? നിറം മഞ്ഞ. അപ്പം പുലി പറയാണ്, ഇല്ല പച്ചയാണ്. അങ്ങ് തർക്കമായിട്ട് കാട്ടിൽ രാജാവായിരിക്കും സിംഹച്ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് പറയുക, അയ്യല്ലയോ രാജാവേ, എൻ്റെ നിറം ഇതാണ്. കഴുത പറയുകയാണ് എൻ്റെ നിറം മഞ്ഞയാണെന്ന്. ഞാൻ പറഞ്ഞതല്ലേ ശരി എന്ന് പറഞ്ഞു. വിചാരണയ്ക്ക് വേണ്ടി അടുത്ത സിംഹം എണീറ്റ് പേപ്പറുമായിട്ട് വായിച്ചു. വിധി പുറപ്പെടുവിക്കാൻ വേണ്ടി എണീറ്റപ്പോൾ 6 മാസത്തെ കാരാഗ്രഹത്തിൽ പുലിയെ അടച്ചപ്പോൾ കഴുതയെ വെറുതെ വിട്ടു. എന്നാൽ വൈകിട്ടായപ്പോൾ സിംഹം എല്ലാ ഷെല്ലിലും പോയി നോക്കിയ സമയത്ത് സിംഹത്തോട് ദയനീയമായി പുലി ചോദിച്ചൊരു കാര്യമുണ്ട്. അല്ലയോ രാജാവേ, അങ്ങ് എന്താണ് എൻ്റെ നിറം പച്ചയെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് അംഗീകരിക്കാത്തെ? അപ്പം സിംഹം പറയാ, നിന്റെ നിറം പച്ചയാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ തർക്കിച്ചത് കഴുതയോടാ. നിന്റെ നിറം പച്ചയാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ തർക്കിച്ചത് ആരോടാ? കഴുതയോടാ. ഞാൻ പറയട്ടെ, തർക്കിക്കുമ്പം ഒരുവിധമെങ്കിലും ഒരു സ്റ്റാൻഡേർഡുള്ള വ്യക്തിയോട് തർക്കിച്ചെങ്കിൽ ഇന്ന് 6 മാസം അകത്ത് കിടക്കത്തില്ലായിരുന്നു. പറഞ്ഞു വല്ലതും മനസ്സിലായോ? എന്തെങ്കിലും കത്തുന്നുണ്ടോ? പക്ഷെ ആ തർക്കം ആനേനടുത്തായിരുന്നെങ്കിൽ പുലിക്ക് വെറുതെ വീട്ടിൽ പോകാമായിരുന്നു. സ്തോത്രം. ഇതുപോലെയാണ് ഇന്ന് പലതും തർക്കത്തിൻ്റെ നിറയിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ ആ സമയത്ത് 1 മണിക്കൂർ പോരാടി പ്രാർത്ഥിക്കാൻ മോട്ടുമടക്കിയാൽ, ഞാൻ ഇന്ന് രാത്രി ഒരാലോചനയായിട്ട് കൈമാറുന്നു. നിന്റെയും എൻ്റെയും വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ ശക്തിയുണ്ട് ഇന്ന് രാത്രി. സ്തോത്രം. ആമേൻ. 5ാമതോ 6ാമതോ അടുത്ത സുജനാ ദേവദാസി വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഫോൺ എടുത്തത് ഇങ്ങോട്ട് വിളിച്ചു. എൻ്റെ ദൈവദാസിനെ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഇന്നലെ മുതലേ വിളിക്കുക. അപ്പം ഞാനും അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിരിക്കുക. കാര്യം മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുകയല്ല വേണ്ടത്. ആമേൻ. നമ്മൾ മുട്ടുമടക്കണം. ഒരാളിനെ വിളിച്ചിട്ട് പറയുക പ്രാർത്ഥിക്കുക ദൈവദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരെങ്കിലും പ്രാർത്ഥന ഏറ്റിട്ട് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ? കണക്ക് കൊടുക്കേണ്ടി വരും. ആരെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചോളാം. സങ്കീർത്തനം പറയുന്നത് അവർ തല കുലുക്കി ആദരം മലർത്തി ചിരിച്ചു കൊണ്ടുപോകുന്നു, ഒരു കാര്യവും നടക്കത്തില്ല. കാരണം പ്രാർത്ഥിക്കാന്ന് പറയുന്നതേ ഉള്ളൂ, പക്ഷെ എന്ത് ചെയ്തില്ല? പ്രാർത്ഥിച്ചില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഹലോ, ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കണം. 1 മിനിറ്റെങ്കിലും അവർക്ക് വേണ്ടി മുട്ടുമടക്കി ഇന്നയാളിൻ്റെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഞാനും നീയും തയ്യാറായാൽ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മളിവിടെ വായിച്ചു വന്ന കുറിവാക്യം എന്ന് പറയുന്നത് പ്രധാന പദമാണ്, മർമ്മപദമാണ്. 3ാമത്തെ വാക്യം. അവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പദമാണ്. എന്താണ്? പോരാടി പ്രാർത്ഥിക്കുക. ഇതൊരു പോരാട്ടക്കളമാണ്.
നമ്മൾ പോരാടേണ്ടത് കഴുതയോടല്ല, നമ്മൾ പോരാടേണ്ടത് ദൈവസന്നിധിയിൽ ദൈവത്തോട് ആമേൻ അതുപോലെ നിൽക്കുന്ന ഒരു ദൈവപൈതലിനോട് സംസാരിച്ചാൽ ആമേൻ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ആ ഭാഗം പറഞ്ഞ് അവിടെ വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ആമേൻ തുടങ്ങിയത് എഴുത്തുകാരനെ പറ്റി ചിന്തിച്ചു. എഴുത്തുകാരൻ ആമേൻ നമുക്കറിയാം യൂദയാണ്. ആമേൻ ആമേൻ ബ്രാക്കറ്റിൽ യേശുവിൻ്റെ സഹോദരനാണ് ഈ യൂദ. എഴുതിയ കാലഘട്ടം AD 70-80 അതിനകത്താണ് എഴുതിയ കാലഘട്ടം. പ്രധാന വ്യക്തികൾ യൂദ, യാക്കോബ്, യേശു. പ്രധാന വ്യക്തികൾ യൂദ, യാക്കോബ്, യേശു. മർമ്മപദം അതാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസത്തിനായി പോരാടുക, ഇതാണ് മർമ്മപദം. പ്രധാന വാക്യം മൂന്നാമത്തെ വാക്യം. യൂദയുടെ പുസ്തകം ഒറ്റ അധ്യായമേ ഉള്ളൂ. മൂന്നാമത്തെ വാക്യമാണ് ആമേൻ പ്രധാന വാക്യം. അപ്പോൾ താഴോട്ട് നമ്മൾ ഇതിൻ്റെ സ്ഥിതി വിവര കണക്കുകൾ നമുക്ക് എഴുതാം. സ്ഥിതി വിവര കണക്കുകൾ നമ്മൾ പഠിക്കുന്ന അധ്യായം മനസ്സിലായല്ലോ. യൂദയുടെ ലേഖനമാണ് പഠിക്കുന്നത്. സത്യവേദ പുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകം. സത്യവേദ പുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകം. സത്യവേദ പുസ്തകത്തിലെ 65-ാമത്തെ പുസ്തകം. ഇനി എത്ര പുസ്തകമുണ്ട് പഠിക്കാൻ? ജോയ് ബ്രദർ കൈ ചൂണ്ടി പറയുക, ഒന്നേ ഉള്ളൂ. ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ കേട്ടോ. ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒറ്റ പുസ്തകമേ ഉള്ളൂവെങ്കിലും അതിനകത്ത് ഒരുപാട് നമുക്ക് ചിന്തിപ്പാനായുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾ ഈ പുതിയ നിയമത്തിൽ, അതായത് ന്യൂ ടെസ്റ്റ്മെന്റ് മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള നോട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, പിന്നെ പറയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 65-ാമത്തെ പുസ്തകം, അധ്യായം 1. അധ്യായം 1, വാക്യങ്ങൾ 25. വാക്യങ്ങൾ 25. ചോദ്യങ്ങൾ ഇല്ല. ചോദ്യങ്ങൾ ഇല്ല. ചരിത്രപരമായ വാക്യങ്ങൾ. ചരിത്രപരമായ വാക്യങ്ങൾ 22. നിവൃത്തിയായ പ്രവചനം 1. നിവൃത്തിയായ പ്രവചനം 1. നിവൃത്തിയാകാത്ത പ്രവചനം 2. നിവൃത്തി ആകാത്ത പ്രവചനം 2. യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നവരും അധർമ്മിക ജീവിതം നയിക്കുന്നവരുമായ ദുരു ഉപദേഷ്ടക്കന്മാർ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ മറുവശത്ത്
മറുവശത്ത് യേശുക്രിസ്തുവിനായി സാക്ഷിക്കപ്പെടുന്ന വിശ്വാസികൾ ജീവിക്കുന്നതായി യൂദ പ്രസ്താവിക്കുന്നു. 11-ാം വാക്യം. യൂദ പ്രസ്താവിക്കുന്നു. 11-ാമത്തെ വാക്യം. നിത്യജീവന് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്ന ദൈവസ്നേഹത്തിൽ തങ്ങളെ തന്നെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാതെ നിർത്തുവാൻ കഴിവുള്ളവനാണ് ക്രിസ്തു. ആ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവർക്കയ്യോ കഷ്ടം, അവർ കയ്യന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവർക്കയ്യോ കഷ്ടം ആർക്കാണെന്നറിയാമോ? അതൊന്നുകൂടെ വിശദമായി നമ്മൾ ചിന്തിക്കണമെങ്കിൽ 9-ാമത്തെ വാക്യത്തിലേക്ക് വരണം. അവിടെ നമ്മൾ വരുമ്പോൾ അവിടെ മോശയ്ക്ക് വിരോധമായി, അല്ലെങ്കിൽ മോശയുടെ ശരീരത്തിനെ കുറിച്ച് പിശാച് തർക്കിച്ച് വാദിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ പ്രധാന പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ഒരു പ്രാവശ്യം കൂടെ വാക്യം വായിക്കുന്നു. 9-ാമത്തെ വാക്യം. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. കണ്ടോ? മോശ ആരാ? ലിൻഡ, മോശയെ കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റുമോ? മോശ ആരാ? ലിൻഡ മോശ ആരാ? 2 വാക്ക് പറയാൻ പറ്റുമോ? 2 വാക്ക്. മോശ ആരാന്ന് പഴയ കാലം പറഞ്ഞാൽ മതി. ജനിച്ച കാലം മുതൽ 2 വാക്ക് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഈ മോശ ആരാ? ഈ മോശ താൻ ജനിച്ചപ്പോഴേ പ്രശ്നമാണ്.
ഈ വാഴ്ത്തത്വം ഉള്ളവനെ ജനിക്കുമ്പോഴേ പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ 12ാമത്തെ വയസ്സിൽ തുടങ്ങിയ കുടി ഞാൻ ജനിച്ചപ്പോഴേ പ്രശ്നമാണ്. 11ാമത്തെ വയസ്സിലെ വലി തുടങ്ങി. എൻ്റെ അമ്മ പറയും 9ാമത്തെ വയസ്സ് തൊട്ടേ അവൻ വലിച്ചു തുടങ്ങിയെന്ന്. ഇത് ശ്വാസം വലിച്ചു തുടങ്ങിയെന്നല്ല, പുക വലിച്ചു തുടങ്ങിയെന്ന. ആമേൻ. പിന്നെ എന്ത് കഴിക്കാൻ പറ്റുമോ അതെല്ലാം കഴിച്ചും കുടിച്ചും ഒരു നല്ലൊരു ആയുസ് തീർത്തെന്ന് പറയാം. അതുപോലെയാണോ ഇത്? ചിലരൊക്കെ ജനിച്ചാലും പ്രശ്നം എന്ന് പറയാറില്ലേ? ചില അമ്മമാർ പറയാറുണ്ട്, ജനിക്കണ്ടായിരുന്നു, എൻ്റെ വയറ്റിൽ ജനിച്ചു പോയല്ലോടാ എന്ന് പറയും ചിലർ. ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ വേദസ്ഥയിൽ ഒരാൾ പറയാറുണ്ട്. ആരാ പറഞ്ഞെന്നറിയാമോ? ഒന്ന് പറഞ്ഞേ. ഇന്ന് സിസ്റ്റർ പേര് പറഞ്ഞ് ഇയ്യോബ്. പ്രൊഫസർ മോളോട്ട് നോക്കുക. ഇനി അവിടെ എഴുതി വെച്ചിട്ടാന്ന് അറിഞ്ഞൂടാ. തങ്ങാമാറ്റി പേരോട് നോക്കിയില്ല, അതുകൊണ്ട് പിന്നെ അത് പറയണ്ട. ആരും നോക്കിയപ്പോൾ മോളോട്ട് നോക്കും. ഇനി അവിടെ പോകുമ്പോൾ നോക്കണം, മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ മുറിക്കകത്തില്ല ഇപ്പം നോക്കണം. യോബ് തന്റെ ജന്മസമയത്തെക്കുറിച്ച് അവൻ ശപിച്ചു, ജന്മദിവസത്തെക്കുറിച്ച്. ഇവിടെ ജനിച്ച് വീണപ്പോൾ തന്നെ പ്രശ്നം. ആ 3 മാസം മോശ കുഞ്ഞിന് എന്ത് ചെയ്തു? ഒളിപ്പിച്ചു വെച്ചു. ഇതിനെക്കുറിച്ചൊരു 10 മിനിറ്റ് ലിൻഡ സംസാരിക്കണം കേട്ടോ. ഡയറ്റ് ഞാൻ പറയാം. ശ്രോത്ര മോശയെക്കുറിച്ച് എത്ര പ്രസംഗിച്ചാലും കൊതി തീരത്തില്ല കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കണം. മോശയെക്കുറിച്ചുള്ള വാക്കുകളെല്ലാം വായിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല ഇത്. നോക്കിക്കേ, മോശയുടെ ശരീരത്തിന് പിശാച് വാദിച്ചു. ഞാൻ ആ ഭാഗമാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ശരീരങ്ങളെ വാദിക്കുന്ന പിശാചുണ്ട്. അത് നിസ്സാരക്കാരനല്ല വാദിച്ചത് കേട്ടോ. നോക്കിക്കേ, എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ, പ്രധാന ദൂതനായ മീഖായേൽ ശരീരത്തോട് വാദിക്കുന്ന, അല്ലേ? ഇന്നലെ അവർ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നടന്ന വ്യക്തികൾ ഞൊടിയിടയിൽ നിലം പതിക്കുന്നത് കാണാൻ കഴിയും. സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ 9ാമത്തെ വാക്യം നിങ്ങൾ അടിവരയിട്ട് സൂക്ഷിക്കണം. 25 വാക്യമുണ്ട്. ഇത് നിങ്ങൾ മൊത്തം വായിക്കണം. ഈ 25 വാക്യത്തിനകത്ത് ഒരുപാട് 100 കണക്കിന് ജോയിൻസ് വാക്യങ്ങൾ ഉണ്ട് ഇതിനകത്ത്. എന്നാൽ പ്രധാന ദൂതനായ മീഖയാൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു. കണ്ടോ? അപ്പോ അവിടെ തർക്കിക്കാൻ ദൂതനെ അവിടെ ഇറക്കി നിർത്തി. ആരോട് തർക്കിക്കാനാ? ആരോടാ? പിശാചിനോട്. ശ്രദ്ധിക്കണം. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ശത്രു പലപ്പോഴും ഒരു മനുഷ്യന്റെ വേഷത്തിൽ വന്ന് ശരീരത്തോട് വാദിക്കാറുണ്ട്. സ്തോത്രം. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞേ? അല്ലെന്താ സാറേ അങ്ങനെ പറഞ്ഞേ? അതൊരു ദുരുപദേശം അല്ലേ സാറേ എന്ന് ചോദിക്കാം. എന്താണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ പറയാം. കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് തന്നെ ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടോ? തീർന്നില്ലേ? അവര് ഹൃദയമുള്ള മനുഷ്യനാണെങ്കിൽ പറയും, അവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോഴ് ആത്മാവിൽ കൃപയുള്ളവൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമത്തിൽ പിശാചെ നിന്നെ ഒതുക്കുന്നു എന്ന് പറഞ്ഞ് സാഹസിച്ച് കെട്ടണം. തങ്ങ പറ്റേ ചിരിയണ്ട. ആരോ പറഞ്ഞിട്ടുണ്ട്. സ്വോത്രം. നിങ്ങൾക്ക് ഇത്രയും പ്രായമായെങ്കിലും ഇപ്പോഴും ഭയങ്കര പവറാണല്ലോ പ്രാർത്ഥിക്കാനും യാത്രയ്ക്കും. അപ്പോഴേ ശ്രദ്ധിക്കണം, ഇത് മറ്റാരുമല്ല, മറ്റവൻ കയറി വന്നതാ. അവന് ശരീരമില്ലല്ലോ, അതുകൊണ്ട് ആരെങ്കിലും പുറത്ത് കയറി വരും. സ്വോത്രം. ചിലപ്പോൾ അപ്പൻ്റെ പുറത്തായിരിക്കും കയറി വരുന്നത്, ചിലപ്പോ സഹോദരന്റെ പുറത്തായിരിക്കും, ചിലപ്പോൾ നാത്തൂന്റെ പുറത്തായിരിക്കും കയറി വരുന്നേ. ചിലപ്പോ നാത്തൂന്റെ ഭർത്താവ് ആരെങ്കിലും പുറത്ത് കയറി വരും. ഇല്ല, വേറെ ഒന്നുമില്ലെങ്കിലും സഭയിലെ പാസ്റ്റർ പുറത്തെങ്കിലും കയറും. ഹലോ, ശ്രദ്ധിക്കണം. ഈ വാക്കുകളൊക്കെ വരുമ്പോഴേ
വളരെ പിന്നെ രാവിലെ എണീറ്റിട്ട് പറയരുത് എനിക്കിന്ന് വയ്യ എന്നൊരു വാക്കേ നമ്മുടെ വായിൽ നിന്ന് വിടരുത്. വിഴുന്നാൽ മറ്റവൻ വലിയ കാര്യത്തിൽ കൈയും തൊഴുത് അതിനെ എടുക്കും. എടുത്തിട്ട് മേളിൽ കൊണ്ടുപോയിട്ട് പറയും വയ്യെന്നാ പറഞ്ഞേ, ഞാൻ അങ്ങ് പ്രവർത്തിക്കട്ടെ, നീ പ്രവർത്തിച്ചോ, വയ്യെന്നല്ലേ പറഞ്ഞേ. ഒരു വാക്കങ്ങനെ വിടരുത്. രാവിലെ എഴുന്നിട്ട് പറയണം ഗുഡ് ജേണി, വണ്ടർഫുൾ ജീവിതം, അടിപൊളി, പിള്ളേർ പറയും പോലെ. ചിലപ്പോൾ നമുക്ക് എണീക്കാൻ വയ്യായിരിക്കും, പക്ഷെ എണീറ്റിരുന്ന് പറയേണ്ട വാക്ക് നല്ല വാക്കായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ വാക്കിന്റെ മുമ്പിലാണ് ഒരു ദിവസത്തെ ജീവിതം മുമ്പിലോട്ട് പോകുന്നത്. ആമേൻ. ഇല്ലായ്മ പറയരുത് രാവിലെ എണീറ്റിരുന്ന്. ആമേൻ. ശരീരത്തോട് വാദിക്കും, നമ്മുടെ സാമ്പത്തികത്തോട് വാദിക്കും. ആമേൻ. സ്തോത്രം. വളരെ ജാഗ്രതയോടെ ദൈവജനം മുൻപിലോട്ട് പോകേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. വളരെ വളരെ വിശ്വാസം തന്നെ ത്യജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നോക്കിയ 9-ാമത്തെ വാക്യം. ആ 9-ാമത്തെ വാക്യത്തോട് ചേർന്ന് 1-2 വാക്യം ഞാൻ തരാം, നിങ്ങൾ എഴുതി വെച്ചോളണം. 9-ാമത്തെ വാക്യത്തോട് ചേർന്ന് എഴുതിക്കോളൂ. 1 തെസ്സലോനിക്കർ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. 1 തെസ്സലോനി 4:16. 4:16. 2 പത്രോസ് 2:11. 2 പത്രോസ് 2:11. ദാനിയേൽ 10:13. ദാനിയേൽ 10:13. 12:1. വെളിപ്പാട് 12:7. ആവർത്തനം 34:6. സെക്കരിയാവ് 3:2. ആ ഒരു വാക്യം വായിച്ച് നമുക്ക് മുമ്പിലോട്ട് പോകാം. അതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. സെക്കരിയാവ് 3:2. പെട്ടെന്ന് വായിച്ചേ ഒരാൾ. ലിൻഡ ലിറ്റി പെട്ടെന്ന് വായിക്കേ. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. കണ്ടോ? അവിടെ യോശുവയുടെ അടുത്ത് സാത്താൻ ഇറങ്ങി വന്ന്, അല്ലെങ്കിൽ പിശാച് ഇറങ്ങി വന്ന് അവിടെ ആരാ നിന്നതെന്നറിയാമോ? യഹോവയായ ദൈവം നിൽക്കുക അവിടെ. യഹോവയായ ദൈവം മഹാപുരോഹിതനായിരിക്കുന്ന, ശ്രേഷ്ഠ പുരോഹിതനായിരിക്കുന്ന യോശുവയുടെ ശരീരത്തിൽ കിടന്ന ആ വസ്ത്രം ശക്കലം ഒന്ന് ചീത്തയായി, ചെറിയ ഒരു അഴുക്കതിൻ്റെ പുറത്ത് വന്നു. അപ്പോഴാണ് സാത്താൻ വാദിച്ചത്, ഇവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കൂ, സാത്താൻ എവിടെയൊക്കെ നോക്കണം. അവൻ്റെ ജീവിതം മുഴുവനും അരിച്ചു, ഒരു കേടും കണ്ടില്ല. ശ്രദ്ധിക്കണം, അവൻ്റെ തലമുടി മുതൽ നെറുകം മുതൽ കാൽപാദം വരെ പുറം മൊത്തം അരിച്ചു. പുറത്തൊന്നും കുഴപ്പമില്ല, ഒന്നും കിട്ടിയില്ല. എന്നാൽ അകത്തേക്ക് ചെന്നു, 350 ഗ്രാമുള്ള ഹൃദയത്തിലേക്ക് ചെന്നു, അതിനകത്ത് ഒന്നും കിട്ടിയില്ല. ശരീരം മൊത്തം പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. ആമേൻ. കണ്ണ് പരിശോധിച്ചു, ചെവി പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. ചെവി പരിശോധിച്ചു, ആമേൻ. വാ പരിശോധിച്ചു, നാക്ക്, എല്ലായിടവും പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. അവൻ ലാസ്റ്റ് കണ്ടുപിടിച്ചത് കണ്ടോ? വസ്ത്ര ചെറുതാറ്റ് മുഷിഞ്ഞിരിക്കുക. ഇന്ന് രാത്രി ഈ ആലോചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവൈതലേ, സാത്താൻ അവൻ്റെ കുതന്ത്രങ്ങൾ നിനക്കും എനിക്കും നേരെ അഴിച്ചുവിടുമ്പോൾ ശ്രദ്ധിക്കണം, അവൻ ഭയങ്കര തന്ത്രശാലിയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നും കിട്ടിയില്ലെങ്കിലും നിന്റെ വസ്ത്രത്തിലെങ്കിലും അവൻ പിടിക്കും. അതാണ് സാത്താൻ്റെ പരിപാടി. നിങ്ങൾ ബാക്കിയുള്ള വാക്യങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ആമേൻ. അതാണ് നമ്മളൊന്ന് പറഞ്ഞു നിർത്തിയ ഈ സ്ഥിതിവിവര കണക്കുകൾ. എന്നാൽ യൂദ എഴുതിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലം ചെറുതായിട്ട് ലഘുവായി പശ്ചാത്തലം ഒന്ന് ചിന്തിക്കാം. യൂദ എഴുതിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലം. യാക്കോബിൻ്റെ സഹോദരൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, യാക്കോബിൻ്റെ സഹോദരൻ
എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, യാക്കോബിൻ്റെ സഹോദരൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂദ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. യൂദ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ വാക്യം 1. പുതിയ നിയമത്തിൽ യൂദ ബ്രാക്കറ്റിൽ യൂദാസ് എന്നു യാക്കോബ് എന്നും പേരുള്ള രണ്ട് സഹോദരന്മാർ യേശുവിൻ്റെ അർത്ഥ സഹോദരന്മാരാണ്. യേശുവിൻ്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരന്മാരാണ്. ബ്രാക്കറ്റിൽ മത്തായി 13-ാമത്തെ അധ്യായം 55-ാമത്തെ വാക്യം. മത്തായി 13-ാമത്തെ അധ്യായം 55-ാമത്തെ വാക്യവും മാർക്കോസ് എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യവും യെരൂശലേമിലെ അല്ലെങ്കിൽ യെരൂശലേം സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ തൻ്റെ സഹോദരൻ്റെ തൻ്റെ സ്വന്തം പരിചയത്തിലും അധികാരത്തെയും വ്യക്തമാക്കുവാൻ സഹായിക്കും. എന്ന നിലയിലും യൂദ യാക്കോബിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന നിലയിലും യൂദ യാക്കോബിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഈ ലേഖനം ക്രിസ്തുവിൻ കൃപയിലുള്ള രക്ഷ ശിക്ഷാവിധിയെ ഭയപ്പെടാതെ പാപം ചെയ്യുവാൻ തങ്ങളെ അനുവദിച്ചു എന്ന്
പഠിപ്പിക്കുന്ന ചില നിയമവിരുദ്ധവാദികളും യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും പറ്റിയുള്ള യഥാർത്ഥ അപ്പോസ്തലിക വെളിപ്പെടുത്തലുകളെ നന്ദിപൂർവം ത്യജിക്കുന്നവരുമായ ദുരു ഉപദേഷ്ടക്കന്മാർക്ക് എതിരെയാണ്. വാക്യം 4. യൂദാ എഴുതിയത് അങ്ങനെ അവർ എന്ത് വിശ്വസിക്കണം? അങ്ങനെ അവർ എന്ത് വിശ്വസിക്കണം? 19 വാക്യവും 22 വാക്യം വരെ. 19, 20, 21, 22 വാക്യം വരെ. എങ്ങനെ പെരുമാറണം? 4 വാക്യം, 8 വാക്യം, 12 വാക്യം. 4 വാക്യം, 8 വാക്യം, 12 വാക്യം എന്നിവയിൽ സഭകളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. സഭകളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഈ ജനങ്ങളെ ഭക്തികെട്ടവർ. 15 വാക്യം. ഭക്തികെട്ടവർ 15 വാക്യം. ഭക്തികെട്ടവർ എന്നും ആത്മാവില്ലാത്തവർ 19 വാക്യം. ആത്മാവില്ലാത്തവർ എന്നും വിചാരിക്കുന്നു. ഒരു സെക്കൻഡ്, ആരാണെന്നറിയാമോ ഇങ്ങനെ വിചാരിക്കുന്നവർ? ആരാണെന്നറിയാമോ? പാപം ചെയ്യാം, കുഴപ്പമില്ല, പാപം ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണോ ജീവിക്കാം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ദുരു ഉപദേഷ്ടക്കന്മാർക്ക് അയ്യോ കഷ്ടം. പാപം ചെയ്യാൻ നിർബന്ധിക്കുന്ന ഒരു ഒരു പുഷ് അല്ലെങ്കിൽ ഒരു ഉന്ത്, പാപം ചെയ്തോ എന്നുള്ള പഠിപ്പിലുകൾ, അങ്ങനെയുള്ളവരെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഈ ജനങ്ങളെ എന്ത് ചെയ്യുന്നു? ഭക്തികെട്ടവർ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ആത്മാവില്ലാത്തവർ. ഒരിക്കലും ഒരു ആത്മാവുള്ള വ്യക്തി, പരിശുദ്ധാത്മാവുള്ള വ്യക്തി പാപം ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കുന്ന വ്യക്തിക്ക്, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ അതാരുടെയും കുഴപ്പമല്ല,
ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിച്ചു വരുന്ന ഒരു പഴഞ്ചൊല്ല്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ആമേൻ. വ്യഭിചാരം മാത്രമാണ് പാപമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അത് ശുദ്ധ മണ്ടത്തനമാണ്. എല്ലാം പാപം തന്നെയാണ്. സ്തോത്രം. ഏറ്റവും കൂടുതൽ പാപമെന്ന് പറയുന്നത് നിന്റെ മനസ്സാക്ഷിയെ നീ വഞ്ചിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദാവീദിലേക്ക് വരുമ്പോൾ, ദാവീദ് ദൈവസന്നിധിയിൽ കരഞ്ഞു അനുതപിച്ചു വിളിച്ചു പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്: എൻ്റെ രാജസന്നിധി പോയാലും കുഴപ്പമില്ല, നിന്റെ ആത്മാവിനെ എന്നിൽ എന്ത് ചെയ്യരുത്, എടുത്തു മാറ്റരുത്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. പൊട്ടിക്കരയാനും അനുദപിക്കാനും സമ്മതിച്ചപ്പോൾ വലിയ കേടൊന്നും വരുത്തിയില്ലെങ്കിലും തലമുറകളെ ദൈവം 1, 2 എന്ന് പറഞ്ഞങ്ങ് എടുത്തു. സ്തോത്രം. ശിക്ഷിക്കാതെ വിടും ദൈവമല്ല ഇത്. ഇന്നല്ലെങ്കിൽ നാളെയല്ല, ചുട്ട അപ്പം പോലെ ശിക്ഷ ഉറപ്പായിട്ട് വരും. ആമേൻ. അതുകൊണ്ട് ആമേൻ, ഈ ദിവസങ്ങളിൽ ആമേൻ, ഭക്തികെട്ടവർ, ആത്മാവില്ലാത്തവരെന്ന് പറയരുത്. ഇവിടെ നമ്മൾ എഴുതിയത് ഇങ്ങനെയാണ്: അവരെന്ത് ചെയ്യുന്നു? അവർ സഭകൾക്കൊരു ഭീഷണിയാണ്. ഉറപ്പായും ഇങ്ങനെയുള്ളവർ സഭകൾക്കൊരു ഭീഷണിയാണ്. ശരിയല്ലേ? നമ്മുടെ സഭകൾക്കെല്ലാം ഭീഷണി. നമ്മൾ 10ഉം 15ഉം പേരൊക്കെ വെച്ച് ആരാധിക്കുന്ന സഭകളൊന്നും ഒത്തിരി ഉണ്ട്. 20 പേരുള്ളവരുണ്ട്, 30 പേരുള്ളവർ, 50 പേര്, മാക്സിമം 100 പേരുള്ള സഭകളൊന്ന് ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് ആ സഭകൾക്കൊരു ഭീഷണിയാണ്. കാരണം ആ സഭയ്ക്ക് അകത്ത് എന്തുണ്ടെന്നറിയാമോ? കാർമിക ശുശ്രൂഷ എല്ലാം ഉള്ള സഭയ്ക്കകത്ത് ആൾ കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കാർമിക ശുശ്രൂഷയുള്ള സഭകളെല്ലാം എന്ന് പറഞ്ഞാൽ പാദ ശുശ്രൂഷയുള്ള സഭകൾ, കത്രിമേശയുള്ള കൃത്യമായും വിശുദ്ധി വേർപാട് പ്രാപിച്ച സഭകൾ, അത് വേഷത്തിലോ വേഷഭൂഷാദികളിലോ അല്ല ഞാൻ പറയുന്നത്. ആമേൻ. ഇങ്ങനെയുള്ള സഭകൾ അവരൊരു ആചാരം പോലെ ഭജിച്ചു വരുന്ന പിതാക്കന്മാർ കൊണ്ടുവന്നതുപോലെ തമ്പേറടിച്ച് ആരാധിച്ച് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച് കത്രിമേശ എടുക്കുന്ന സഭകൾ ഇന്നുണ്ട്. ആയിരക്കണക്കിന് സഭകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇതൊക്കെ എങ്ങനെ മാറിയെന്ന് കേട്ടാൽ ടൈലും ആമേൻ പഴയ ബെഞ്ചുള്ളടുത്ത് ഇന്ന് സോഫ സെറ്റും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വന്നപ്പോൾ പ്രശ്നമായി. അങ്ങനെയുള്ള സമയം സഭകൾ വന്നപ്പോൾ അതേപോലെ കാര്യങ്ങൾ ചെയ്തപ്പോൾ പ്രശ്നമായി. സഭയ്ക്കകത്ത് ഉപദേശങ്ങൾ നിന്നു, നുഴഞ്ഞുകയറ്റക്കാർ കൂടി. അതുകൊണ്ട് ദയവായി നിങ്ങൾ സഭയിൽ പ്രബോധിപ്പിക്കണം. സഭ ക്ഷണിക്കാതെ ഒരു ദേവദാസനെ സഭയ്ക്കകത്ത് കയറ്റരുത്. സഭ പൊളിക്കും. ഇപ്പൊ കിട്ടിയ ദൂതെന്ന് പറഞ്ഞ് വന്നാൽ പോലും അവിടെ അടുപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ആമേൻ, സഭയിലെ കമ്മിറ്റി തിരഞ്ഞെടുത്തല്ല ദേവാസന്മാരെ വിളിക്കേണ്ടത്, അഭിഷക്തൻ മുട്ടുമടക്കി വിളിക്കണം. ഇന്നങ്ങനെയാണോ? കമ്മിറ്റി പറയും ആരെ വിളിക്കണമെന്ന്. ആ സഭകളെല്ലാം ഇന്ന് കുട്ടിച്ചോറായി കിടപ്പുണ്ട്. അതാണ് ഭീഷണി. സഭകൾക്ക് ഭീഷണി അതാണ്. പണ്ടൊക്കെ പിതാക്കന്മാർ മുട്ടുമടക്കി ഇരുന്നിട്ട് വെളിപ്പാട് കിട്ടും, ദർശനം കിട്ടും, ഇന്ന സ്ഥലത്തുള്ള ദൈവദാസനെ വിളിക്കണമെന്ന്. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ച് വിളിച്ച ദൈവസഭകളെല്ലാം അങ്ങനെയുള്ള മക്കളാണ് നമ്മളൊക്കെ. സ്തോത്രം. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ആമേൻ കമ്മിറ്റി തീരുമാനിക്കും. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് നിങ്ങളത് മിണ്ടുന്നില്ലല്ലോ. ഞാൻ കേട്ടതാ. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴേ അവിടെ അനുഭവിച്ച വ്യക്തിയായോണ്ട് പറയാം. വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പാസ്റ്റർക്ക് സ്ഥാനമില്ല. റബ്ബർ സ്റ്റാമ്പ് പോലെ, ഒരു കലണ്ടർ പോലെ ഇരിക്കാനേ പറ്റൂ. അവിടെ ആള് വിളിക്കുന്നതും അഭിഷക്തന്മാരെ വിളിക്കുന്നതും ഒക്കെ ആരെന്നറിയാമോ? അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സാ. പാസ്റ്റർക്ക് ആശീർവാദം പറയാൻ മാത്രമേ അവിടെ സമയമുള്ളൂ. മക്കെല്ലാം ക്രമീകരിക്കും. കാരണം എന്താണെന്നറിയാമോ? അവരെ ശമ്പളത്തിലാ സഭ ഓടുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്നെ വിളിച്ചപ്പോൾ പറയുക, അഭിഷക്തനെ സഭയ്ക്കകത്തുനിന്ന് ഇറക്കി വിട്ടു. ആരാ? അഭിഷക്തനും അല്ല, കമ്മിറ്റിക്കാര്. സ്തോത്രം. ഇന്ന് അത് ഇവിടെ വരണം. ആ നിയമം ഇവിടെ വരണം. എങ്ങനെ? തിരിഞ്ഞു വരണം. ആമേൻ. ദൈവദാസന്മാര് പഴയതുപോലെ ആരാധിച്ച് ആമേൻ സ്തോത്രം വെളിപ്പാടോടെ ഒരു അഭിഷക്തനെ കണ്ണീരോടെ വിളിച്ച് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കാത്തിരിപ്പ് യോഗങ്ങൾ വയ്ക്കുന്ന ശനിയാഴ്ച രാത്രികളിൽ കാത്തിരിപ്പ് യോഗങ്ങളാ. തീരുമ്പോൾ ചിലപ്പോൾ വെളുപ്പാങ്കാലം 3 മണിയൊക്കെ ആകും. പിന്നെ വീട്ടിൽ പോകാൻ സമയമില്ല, അവിടെ കിടക്കും. ലൈറ്റ് ഉണ്ടോ? ടോർച്ചുണ്ടോ? വിളിച്ചു പറയാൻ മൊബൈലുണ്ടോ? ഒന്നുമില്ലെന്നേ. കയ്യിൽ ഒരു ചിലപ്പോൾ ചൂട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കിൾ ടയറോ ഇതൊക്കെയാണ് കയ്യിൽ കരുതുന്നത്. എന്തിനാ? തിരിച്ചു വരാൻ, ആ വിളക്ക് വെട്ടത്തിന് വേണ്ടി. ആമേൻ.
ഇന്ന് അങ്ങനെയാണോ? ഇന്ന് വീട്ടിനടുത്തുണ്ടെങ്കിൽ പോലും പോകത്തില്ല. ആ സമയം വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകും. എന്തെന്നറിയാമോ? കാര്യം എന്നറിയാമോ? ഇതൊക്കെ മനസ്സിലാക്കണ ഒരു ഭീഷണിയാ. സഭയ്ക്കകത്തൊരു ഭീഷണി വന്നിരിക്കുന്നു. ഏതാ? ദുരുപദേഷ്ടക്കന്മാർ. ഇഞ്ഞു പോര്, ഏത് രീതിയിലും ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല, നിനക്കൊന്നും സംഭവിക്കത്തില്ല, മാസം തോറും ഒരു കിറ്റ് തരാം, അല്ലെ ഇങ്ങനെ തരാം, അങ്ങനെ തരാം എന്ന് പറഞ്ഞ് ആൾക്കാരെ സ്വാധീനിച്ച് വശീകരിച്ച്, അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയത് ആർ? ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. എന്നൊക്കെ ഒരു ചർച്ചിൽ പോയി തിരുമേശ എടുക്കാൻ എനിക്ക് പേടിയാ. കാരണം അവിടെ ഒന്നുമില്ലെന്നേ. ജസ്റ്റ് ഒരു വാക്ക് വായിച്ച് ആമേൻ, സ്തോത്രം. കർത്തൃമേശ എന്ന് പറഞ്ഞാലേ കണ്ണീർ നിങ്ങൾ ഇറങ്ങണം. ആമേൻ, സ്തോത്രം. ഇത് വെറുതെ പോയി ഇരുന്ന് ഒരു ഭക്ഷണം കഴിച്ച് വരുന്ന ഒരു മോടി മാത്രമേ ഇന്നുള്ളൂ. തിരുമേശ വരെ ഇന്ന് തീർന്നിരിക്കുന്നു. കാരണം ഭീഷണി ആയിരിക്കുന്നു. നിങ്ങൾക്ക് എന്തു വേണോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രവർത്തിക്കാമെന്നുള്ളത് ഇവിടെ വന്നിരിക്കുന്നു. അതാ ഇവിടെ പറഞ്ഞത്. ആമേൻ, സ്തോത്രം. സഭകൾക്ക് ഏത് സഭ? ആമേൻ. അപ്പോൾ തന്നെ ഈ അധ്യക്ഷനായിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞ 3 ലേഖനം ചിന്തിച്ചു. ആരാ എന്നാ യോഹന്നാനെ അവിടെ ചിത്രീകരിച്ചെന്നറിയാമോ? ആരാ? കഴിഞ്ഞ 3 ലേഖനങ്ങളിൽ ആരെന്നാ പറഞ്ഞത്? യോഹന്നാനെ ആരെന്നാ പറഞ്ഞേ? ഹലോ, കഴിഞ്ഞ ലേഖനങ്ങളിലും അദ്ദേഹത്തിന് ആരെന്നാ സംബോധന ചെയ്തേ? അല്ലെങ്കിൽ പറഞ്ഞേ? മൂപ്പൻ. മറന്നുപോരുത്. കഴിഞ്ഞ 3 ലേഖനങ്ങളിൽ, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3, അതില് മൂപ്പൻ. ഇതിലാരാ? അധ്യക്ഷൻ. ഈ അധ്യക്ഷനായിരിക്കണം ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുക. വായിക്കാമോ? മത്തായി സുവിശേഷം 13-ാം അധ്യായം, അതിന് 35-ാമത്തെ വാക്യം. വാക്യങ്ങൾ വായിച്ചു പോകുന്നത് കുറച്ചുകൂടി നിങ്ങൾക്കൊന്ന് ബലപ്പെടാൻ വേണ്ടിയാ. ഒന്ന് വായിച്ച് 13-ാം അധ്യായം, അതിന്റെ 55-ാമത്തെ വാക്യം. ഇവൻ തച്ചന്റെ മകനല്ലയോ? 55-ാമത്തെ വാക്യം പറയുന്നത്, ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നിവളല്ലയോ? അടുത്ത്, ഇവന്റെ സഹോദരന്മാർ യാക്കോബ്. നോയിക്കേ, അവിടെ ഈ സഹോദരന്മാരെ പറ്റിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ് ആ ഫസ്റ്റ് വാക്ക് വന്നതെന്നറിയാമോ? അവിടെ ആദ്യം വന്നത് അപ്പന്റെ പേരാ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാ. നമ്മൾ ആരെന്നറിയാമോ? ഒന്ന് പറഞ്ഞേ, നമ്മൾ ആരാ? നമ്മൾ ആരാ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചില്ലേ? നമ്മൾ ആരാ? പറഞ്ഞേ, നമ്മൾ ഏത് ജാതിയാ? നമ്മൾ ആരെ മക്കളാ? അയ്യോ, മറന്നുപോയാ? ആന്റി പറഞ്ഞു. ആന്റി പറഞ്ഞോ? പറഞ്ഞ ആന്റി. അച്ഛന്റെ മക്കള്. ഞാനിവിടെ ബോട്ട്സായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഹമ്മിങ് വരുന്നത്. ഞാൻ ഇപ്പൊ ഓഫ് ചെയ്തേ. തച്ചന്റെ മക്കള്. ആദ്യം എവിടെ പോയാലും ചോദിക്കുന്നത്, നീ ആരാ മോനാ എന്ന് ചോദിക്കും അല്ലേ? ഇപ്പൊ നമ്മൾ പറയും ഇന്ന ആളുടെ മോനാ. എന്നാൽ ആത്മീയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആരാ? തച്ചന്റെ മക്കളാ. കർത്താവിന് മക്കളേ ഉള്ളൂ, പിന്നെ ആരില്ല? കൊച്ചുമക്കളില്ല. നമ്മൾ മക്കളാ. അപ്പൊ നമ്മൾ ആരാ? മക്കളാ. തച്ചന്റെ മക്കൾ. സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തച്ചന്റെ മക്കൾ. അതാണ് യോഹന്നാൻ പറയുന്നത്, മക്കളെങ്കിലോ പിന്നെ അവകാശികളും. ഇനി എന്ത് ജാതി, മതം, കുലം, വംശം, വേഷഭൂഷാദികൾ വന്നാലും നമ്മൾ ആരാ? നമ്മൾ ചവിട്ടിയാലും വെള്ളം കിട്ടും, നമ്മൾ കുഴിച്ചാലും കിണറിൽ വെള്ളം കിട്ടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കുറ്റിയടിച്ചാലും വീട് പൊങ്ങും. കാരണം ആരാ? നമ്മൾ ആരാ? തച്ചന്റെ മക്കൾ. വായിക്കാമോ? 55-ാമത്തെ വാക്യം വായിച്ചേ. ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവരല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ?
ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 57ഉം 58ഉം കൂടെ നിങ്ങൾ വായിച്ചോളണം. പിന്നത്തേതിൽ ഞാനിത് വായിക്കാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ യേശു കർത്താവിൻ്റെ സഹോദരന്മാരെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് തുടർന്ന ഒന്നുകൂടെ വായിക്കാം. ഒരു അധ്യായം കൂടെ ഉണ്ട്. മാർക്കോസ് സുവിശേഷം 6:3 കൂടെ ഒന്ന് വായിച്ചേ. മാർക്കോസ്, മത്തായി മാർക്കോസ് 6:3. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. കണ്ടോ? അവിടെയും യേശുവിൻ്റെ അപ്പനെയും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ സഹോദരന്മാരെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? ഇടറിപ്പോയി. അവങ്കൽ നിന്ന് ഇടറിപ്പോയി. ഇന്ന് രാത്രി ചിന്തിക്കണം, ആത്മാവുള്ളവന്റെ അടുത്ത് വലിയ നിമിഷമൊന്നും പിടിച്ചിരിക്കാൻ കഴിയില്ല ശത്രുവിന്. പരിശുദ്ധാത്മാവുണ്ടോ? നിങ്ങളുടെ മേൽ വലിയ ദിവസമൊന്നും ശത്രുവിന് അധികാരം സ്ഥാപിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മധ്യേ വെളിപ്പെടണമെന്നേ, അതിന് വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ പശ്ചാത്തലം ചിന്തിച്ചു കഴിഞ്ഞു. ചില വാക്യങ്ങൾ കൂടെ ഞാൻ അത് പശ്ചാത്തല ബന്ധത്തിൽ പറഞ്ഞുതരാം. 2 പത്രോസിന്റെ ലേഖനം, 2 പത്രോസ് 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. പശ്ചാത്തലത്തിൻ്റെ കൂടി ചേർന്നുള്ള വാക്യങ്ങളാണ്. 2 പത്രോസ് 2:3, 1 മുതൽ 3 വരെയും 4 മുതൽ 30 വരെയും. രണ്ട് പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും. ഓക്കെ, ഇത്രയാണ് ആ പശ്ചാത്തലത്തോട് ബന്ധത്തിലുള്ള വാക്യങ്ങൾ. സ്തോത്രം. അപ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 4-ാമത്തെ വാക്യം, 4-ാമത്തെ എന്ന് പറയുമ്പോൾ യൂദയുടെ ലേഖനം 4-ാമത്തെ വാക്യം. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ആമേൻ. അപ്പോൾ ഇത് മനസ്സിലായോ? നുഴഞ്ഞു കയറിയിരിക്കുന്നു. നുഴഞ്ഞുകയറ്റം. നുഴഞ്ഞുകയറ്റം എന്ന് പറയുമ്പോൾ അതിർത്തിയിൽ നിന്ന് അടുത്ത അതിർത്തിയിലേക്ക്, ആ അതിർത്തി കാക്കുന്ന അല്ലെങ്കിൽ ആ ബൗണ്ടറി കാക്കുന്ന വ്യക്തികൾ അറിയാതെ നുഴഞ്ഞു കയറുന്ന നുഴഞ്ഞുകയറ്റക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് എവിടെ എഴുതിയിട്ടുണ്ട്? പണ്ട് തന്നെ. എങ്ങനെ? ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ആർക്ക്? ഈ നുഴഞ്ഞുകയറ്റക്കാർക്കുള്ള ശിക്ഷാവിധി പണ്ട് പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ, നോഹയുടെ കാലഘട്ടങ്ങൾ മുതൽ പഠിക്കുമ്പോൾ, നോഹ മുതൽ പഠിക്കണം. നോഹ മുതൽ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒത്തിരി അവിടെ സംഭവങ്ങൾ. തനിക്ക് ദൈവം കൊടുത്ത ദർശനപ്രകാരം ശുശ്രൂഷിപ്പാൻ താൻ എണീറ്റ് നിൽക്കുമ്പോൾ തനിക്ക് മുമ്പിൽ ആയിരക്കണക്കിന് ജനം കാണും, പക്ഷെ ഒരാൾ പോലും പെട്ടകത്തിനകത്ത് ഇല്ല. അപ്പോഴും തന്നോടൊരു വെല്ലുവിളി. എന്താണ്? നീയും നിന്റെ കുടുംബവും. ആ ഒരു വെല്ലുവിളി എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. യേശു എന്താ പറഞ്ഞത്? ലാസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. എന്താ? സ്ത്രീയെ നീ എന്നെ ചൊല്ലി കരയണ്ട, പിന്നെ നീ നിന്റെ മക്കളെ ചൊല്ലി എന്ത് ചെയ്യണം? കരയണം. ആമേൻ. ഇന്ന് രാത്രി ആ ഒരു പ്രാർത്ഥന മുമ്പിൽ വരട്ടെ. അടുത്ത് നമ്മൾ ആ വാക്യത്തോട് ചേർന്ന് നമ്മൾ വായിച്ച ഒരു വാക്യം കൂടെയാണ് പശ്ചാത്തലത്തിൽ. പ്രൈസ് ദി ലോർഡ്. അടുത്ത് വായിച്ചതാണ്, നമ്മൾ എഴുതിയതാണ്. 8-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 8-ാമത്തെ വാക്യം, 8ഉം അതിന്റെ 12. അങ്ങനെ തന്നെ ഇവരും സ്വപ്ന അവസ്ഥയിലായി
ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല പൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. കണ്ടോ, ഈ ദുരുപദേഷ്ടക്കാർക്ക് വേണ്ടി പറയുന്ന ആലോചനകളായിനകത്ത് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇതിന്റെ പിന്നാലെ സഞ്ചരിക്കരുതേ. അവർക്ക് വലിയ ആയുസില്ല. കണ്ടോ, 8-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ കണ്ടിന്യൂസ് വായിക്കും. 8, 9, 10 നമ്മൾ ഓരോന്ന് വായിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 8-ാമത്തെ വാക്യവും 12-ാം വാക്യവും ഇപ്പോൾ വായിച്ചത് നിങ്ങൾ വായിച്ചു പഠിക്കുക. അങ്ങനെ തന്നെ ഇവരും, കണ്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ പേര് തന്നെ തുച്ഛീകരിച്ച്. സ്തോത്രം. ഞാൻ പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ പറയാറുണ്ട്, യേശു കർത്താവിനെ ഏറ്റവും കൂടുതൽ ദുഷിച്ച ആളാണ് ഞാൻ. അങ്ങനെ ഒരു ദൈവമില്ല എന്ന് പ്രസംഗിച്ച ആളാണ്. തെരുവിൽ ഇങ്ങനൊരു ദൈവമില്ല, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ, അതാ ഞാൻ പ്രസംഗിച്ചത്. പക്ഷെ ദൈവം വരച്ച് കാട്ടിത്തന്നു പൗലൂസിനെ പോലെ. ഉണ്ടടാ, ഞാൻ ഇന്നും ജീവിക്കുന്ന ദൈവമാ എന്ന് കർത്താവ് തെളിയിച്ചു തന്നു. സ്തോത്രം. എവിടെ ഇല്ല എന്ന് പറയുമോ അവിടെ ദൈവം ഉണ്ട് എന്ന് നമ്മുടെ അടുത്ത് വന്നിറങ്ങി പറയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനുഭവമുള്ളവരായി ഇതിനകത്തിരിക്കുന്ന നിരവധി പേരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത് നമുക്ക് വായിക്കേണ്ട ഒരു വാക്യം 15-ാമത്തെ വാക്യം. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അപ്പൊ ഒരു പ്രവചനം അവിടെ വന്നു. 1000 വിശുദ്ധന്മാരുമായി വരുന്നൊരു പ്രവചനം. 1000 വിശുദ്ധരുമായി. ആരെ? ഭക്തികെട്ടവരെ ശിക്ഷ വിധിപ്പാൻ ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ആമേൻ സ്തോത്രം പറയാൻ പറ്റൂ. നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളെ തുച്ഛീകരിച്ചാൽ, ആമേൻ, ഉണ്മയോടെ ഞായറാഴ്ച ബൈബിളുമായി പള്ളിയിലേക്ക് പോകുന്ന, ഞാനിങ്ങനെ പറയാറുണ്ട്, ബൈബിള് ആരെല്ലാം പള്ളിയിൽ പോകുന്നോ അവർ തന്നെ കൊണ്ടുപോകണം. പലപ്പോഴും പല സൺഡേകളിലും ഞാൻ ആരാധനയ്ക്കിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ കയ്യിലെ ബൈബിള്, 5-6 മക്കളുണ്ട്, അവരുടെ ബൈബിള് എല്ലാം കൂടെ ഒരു 10-30 കിലോ ചുമ്മിക്കൊണ്ട് വരുന്ന പാവപ്പെട്ട സഹോദരിമാരെ കാണാറുണ്ട്. ഞങ്ങൾ സന്തോഷത്തോടെ നോക്കി കരയും. കർത്താവേ, ഈ ചുമക്കുന്ന ഈ സഹോദരിയെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്വന്തം ബൈബിള് പോലും കൊണ്ടുപോകാൻ കഴിയാത്ത സഹോദരന്മാർ നമ്മുടെ ഇടയ്ക്കുണ്ട്. കൈപൊക്കട്ടെ, പ്രാർത്ഥിച്ചാൽ മതി. ഇന്നലകളിൽ അത് സംഭവിച്ചെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ദൂതായിട്ട്. പ്രാർത്ഥിച്ചവൻ കൈ ഉയർത്തിയപ്പോഴാ ചെങ്കടൽ തുറന്നത്. എന്നാ പ്രാർത്ഥിക്കാത്ത, ബൈബിൾ ചമക്കാത്ത, അതും ലാഘവത്തോടെ ഭാര്യയെ ഏൽപ്പിക്കുന്ന, അതൊരു ജോലിക്കാരിയല്ലേ, എല്ലാം അതിൻ്റെ പുറത്താണ്. എണീറ്റിക്കാൻ പോലും വയ്യ പാവത്തിന്. അതിനെ ചുമന്നോട്, അതിനിടയ്ക്ക് തോളത്തൊരു കൊച്ച്, ഇടുപ്പിൽ വേറെ കൊച്ച്, പിടിച്ച് സാരിത്തുമ്പി കൊണ്ടുവരുന്ന വേറെ കൊച്ച്, ഇതെല്ലാം കൂടെ ഇഴഞ്ഞു വരികയാ ഒരു വലിയ സമുദ്രം വരും പോലെ. എന്നാ ഇതൊന്ന് താങ്ങോ? അതും താങ്ങില്ല. അത് ഒന്ന് കരഞ്ഞ അടി കിട്ടുന്നത് ഈ പാവത്തിന്. നീ എന്തിനാ കരയിച്ചത്? ഇത് ചുമക്കാൻ പറ്റിയില്ലെങ്കിൽ. ആമേ. ഇപ്പൊ പിന്നെ ബൈബിൾ വേണ്ടടി, നീ എടുക്കണ്ട, മൊബൈലിനകത്തുണ്ടല്ലോ. ഇപ്പൊ എല്ലാം മൊബൈലിനകത്തുണ്ട്. ഓ, ഒരു ദിവസം ബൈബിൾ മറന്ന കുഴപ്പമില്ല, മൊബൈല് മറന്ന പ്രശ്നമാണ്. വണ്ടി നിർത്ത്, മൊബൈല് മറന്നുപോയി, വണ്ടി തിരിച്ചുവിട്. പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കടയിൽ നിന്ന് വാങ്ങിക്കാം. മൊബൈല് പോയാ നിർത്ത്. ചിരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലായില്ലല്ലേ? ഞങ്ങൾ ബാംഗ്ലൂരിൽ മീറ്റിംഗ് വെക്കൊണ്ടിരിക്കുക. എൻ്റെ വണ്ടിയിൽ 2 പേരുണ്ട്. ഏകദേശം ബാംഗ്ലൂർ കഴിഞ്ഞ് ഞങ്ങൾ എമ്മേരി സഭയിൽ എത്താൻ ഒരു 2 കിലോമീറ്റർ ബാക്കി. ഏകദേശം 10-80 കിലോമീറ്റർ ഓടി വന്നതാണ്. നിർത്ത്. എടുത്തില്ല.
എടുത്തില്ല. അപ്പൊ ചോദിച്ചു, എന്താ എടുക്കാത്ത? ബൈബിൾ അല്ലെന്ന്. പേഴ്സോ? മൊബൈൽ എടുത്തില്ല. തിരിച്ചുവിട്. എന്റെ ദൈവമേ, 10 മണിക്ക് മീറ്റിങ്ങിന് പോയുണ്ട്. ഇപ്പൊ തന്നെ മണി 8:30 കഴിഞ്ഞു. എനിക്ക് നേരത്തെ മീറ്റിംഗ് കയറിയാൽ ശരിയാകത്തുള്ളൂ. അത്രയും കിലോമീറ്റർ ഞാൻ പറയും, എന്നെ ഇവിടെ ഇറക്കിയിട്ട് നിങ്ങളൊന്ന് പോയിട്ട് വാ. അത്രയും കിലോമീറ്റർ അവർ പോയി മൊബൈൽ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ആരാരും തീരാറായി. ആ 1 മണിക്കൂർ പോലും മാറ്റിവെക്കാൻ കഴിയാത്ത സാധനമായി പോയി. വേറെ എന്ത് സ്വോത്ര കാഴ്ചയില്ലേ, കുഴപ്പമില്ല, നമുക്ക് ഗൂഗിൾ പേ ചെയ്യാം, നമുക്ക് അവിടെ സാധനമുണ്ട്. എന്നാൽ പോലും തിരിച്ചു പോകത്തില്ല. കാണിക്കിടാനേ ദശാംശോ അത് അടുത്ത ആഴ്ച കൊടുക്കാം, കുഴപ്പമില്ല. മൊബൈൽ എടുക്കാൻ ഇങ്ങനെ ഉള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടി വരുന്നത് 1000 ദൂതന്മാരുമായ. പേടിച്ചോ ഇന്ന് രാത്രി? ഇത്തിരി ഭയമൊക്കെ വേണം. എന്നും ചിരിച്ചോണ്ടിരുന്ന ശരിയാകത്തില്ല, ഇത്തിരി ഭയമൊക്കെ വേണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞായറാഴ്ച പോകുമ്പോൾ പള്ളിയിലല്ല, ഇനി ഏത് ആരാധനയ്ക്ക് പോയാലും അവരവര് സഹോദരിമാരാരെങ്കിലും കൊണ്ടോ ഇവിടെ നിങ്ങളുടെ ബൈബിൾ അല്ലാതെ ഒരാളുടെ ബൈബിൾ എടുക്കരുത്. അങ്ങനെ ഏതാവത് പേസിയ ഏതാവത് പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞ എന്നിട്ട് പറഞ്ഞ കിണവ ചേട്ടാ വീട്ടിൽ വരണം, എനിക്ക് കുറെ സംസാരിക്കാനുണ്ട്. പിടിച്ചങ്ങോട്ട് ബെഡ്റൂമിനകത്ത് കയറ്റിയിട്ട് വാതിലങ്ങ് അടച്ച് ഉറക്കെ ഒരു പാട്ട് വിട്ടിട്ട് അങ്ങ് സംസാരിക്കണം. പുറത്താരും കേൾക്കത്തില്ല. ഒരു ദിവസം ബിന്ദു സിസ്റ്റർ കയ്യിൽ ബൈബിൾ ഇരിക്കുന്നത് എത്ര ആണെന്ന് അറിയാമോ? 8 or 10 ചുമന്നുകൊണ്ട് ബാക്കി ഇരിക്കുക, 2 വീലറിന്റെ പിറകെ. ഞാൻ ചോദിച്ചത്, നിന്റെ ബൈബിൾ ഒന്നല്ലേ ഉള്ളൂ? ഇതെല്ലാം കൂടെ ഒരുമിച്ച് എന്റെ മണ്ടയ്ക്ക വിട്ടേക്ക്. അതാവുമ്പോൾ വേറെ കുഴപ്പമില്ലല്ലോ, വിട്ടേക്ക്. അവരവര് ബൈബിളും കൊണ്ട് പോയില്ലെങ്കിൽ 1000 ദൂതന്മാർ വരുന്നുണ്ട് എല്ലാത്തിനെയും കൂടെ വിധിക്കാൻ. സ്തോത്രം. പേടിയൊക്കെ വരട്ടെ. അപ്പൊ ഈ ലേഖനത്തിന്റെ ഉദ്ദേശം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂര് ഞാൻ പരസ്യവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കളയാതെ കൊണ്ടിടക്കുകയാണ് ഈ ബൈബിള്. 16 വർഷമായി. ഇതിനകത്ത് ഒരു പേപ്പർ ഇത് തുറന്നു കഴിഞ്ഞാൽ എല്ലാം താഴെ വന്ന് വീഴും. അത്ര കുത്തിക്കെട്ടുള്ള ബൈബിളാണ്. ഇതിനകത്ത് വീണ കണ്ണീര് ചില്ലറയൊന്നുമല്ല. 5-6 പ്രാവശ്യം എൻ്റെ ബൈൻഡ് മാറ്റി. പേപ്പറുകളെല്ലാം ഇളകിളകിപ്പോയി. ഇതിൽ തുപ്പാൻ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞോ, അടിയെല്ലാം കിട്ടി, എറിയും കിട്ടി. തുപ്പി, എന്നെ തുപ്പി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ തുപ്പിയവരൊന്ന് പലരും മണ്ണടിയിൽ പോയി, ചിലരെ ദൈവ ശുശ്രൂഷകാരന്മാരുമാക്കി. ആമേൻ. അതുകൊണ്ട് ഇത് ചുമക്കാൻ കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്ക് ഡ്രസ്സുള്ളേക്കാളും കൂടുതലുള്ള ബൈബിളാണ് എൻ്റെ വീട്ടിനകത്ത്. വർഷം തോറും 3-4 ഒക്കെ ഞാൻ വാങ്ങിച്ചു വയ്ക്കും. ഇതിനെ ചുമക്കാൻ കിട്ടിയ ഭാഗ്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് മാതിരിയുള്ള ഫോട്ടോസൊക്കെ നിങ്ങളെ ഉണ്ടോ? ഇതേ കളറിലുള്ള ഇതൊക്കെ ഞാനൊക്കെ ജനിക്കുന്ന മുമ്പേ ഉള്ള ഫോട്ടോസാണ്. ആമേൻ. 65-ലോ 66-ലോ ഉള്ള ഫോട്ടോസാണ്. ഇതൊക്കെ പാട്ടൊക്കെ അറിയാമോ? എവിടെ? ഇതൊക്കെ ചുമക്കാൻ നമ്മൾ തയ്യാറായി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ട് നടക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇത് എപ്പോ മാറിയെന്നറിയാമോ? ദുരുപദേഷ്ടക്കാരന്മാരകത്ത് വന്നപ്പോ സഹോദരിമാര് ബൈബിൾ ചുമക്കണം, സഹോദരിമാർ എല്ലാ കാര്യങ്ങളും ചെയ്യണം. സഹോദരന്മാർക്ക് ഒരു ജോലിയില്ല, അവര് ജോലിക്ക് പോവുക. ഇന്നിപ്പോൾ സഹോദരിമാരും ജോലിക്ക് പോകുന്നുണ്ട് പറയാൻ പറ്റും. ഞാനും ജോലിക്ക് പോകുന്ന ആളാ. എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന സഹോദരിമാരുണ്ടോ? ഇന്ന് ഉണ്ട്, 1000 കണക്കിന്. ഈ രാത്രി നമ്മളത് പശ്ചാത്തലം പഠിച്ചു. ഈ ലേഖനത്തിന്റെ ഉദ്ദേശം
ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശം. യൂദ ഈ ലേഖനം എഴുതിയത് ഒന്ന് എന്നിട്ടിട്ട് ഒരു റൗണ്ട് ഇടുക. 1 ദുരുപദേഷ്ടക്കന്മാരുടെയും സഭകളിലെ അവരുടെ ഭീഷണിയെപ്പറ്റി വിശ്വാസികൾക്ക് ഉടനെ മുന്നറിയിപ്പ് നൽകുവാനും 2 നേരത്തെ 1 നിട്ടു, ഇപ്പോൾ 2 വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നതിന് വാക്യം 3 വേണ്ടി എല്ലാ സത്യവിശ്വാസികളെയും ശക്തിയോടെ ആലിംഗനം ചെയ്യേണ്ടതിനുമാണ്. മൂന്നാമത്തെ വാക്യം നമ്മൾ നേരത്തെ വായിച്ചു. അവിടെ ഇങ്ങനെയാണ് വായിച്ചത്: പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ടാണ് വിശുദ്ധന്മാർക്ക് ഫലമേൽപ്പിച്ചത്. എപ്പോഴും ഞാനിങ്ങനെ പറയാറുണ്ട്, ദൈവശബ്ദം എന്ന് പറയുന്നത് സദാകാലവും ഒരു മനുഷ്യനോട് ദൈവം എന്ത് ചെയ്തിട്ടില്ല, വാക്യത്തില്ല. സദാകാലത്തും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാം കൃപാവരമുള്ളവരും പ്രവാചകിമാരും പ്രവാചകന്മാരുമാണ്. നിങ്ങൾക്കും ദൈവം ദർശനങ്ങളും സ്വപ്നങ്ങളും തരും. നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മളെ ഉറക്കുന്നതായിരിക്കരുത്. നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഉറക്കുന്നതായിരിക്കരുത്. ഉറക്കം കെടുത്തുന്നതായിരിക്കണം. അതാണ് യഥാർത്ഥമായ ഒരു വിശ്വാസിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ. ഡോക്ടർമാർ പറയും 6 മണിക്കൂർ ഉറങ്ങാൻ. ഇവിടെ 1 മണിക്കൂർ ഉറങ്ങാൻ സമയം കിട്ടിക്കൊള്ളായിരുന്നല്ലേ. അത്രമേൽ ഉറക്കം കെടുത്തിയ സ്വപ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആളുടെ പേര് പറയുന്നില്ല, പേര് പിന്നെ വിളിച്ചു പറയാം. പ്രാർത്ഥിക്കുമ്പോൾ ചില വെളിപ്പാടുകൾ ഞാൻ കാണുന്നു ചില വ്യക്തികളെ കുറിച്ച്. സ്തോത്രം. അവരിപ്പോൾ ആയിരിക്കുന്ന പാർപ്പിടത്തിൽ നിന്ന് മാറി താമസിക്കുന്നതും വേറെ സ്ഥലവും വീടും ഒക്കെ വയ്ക്കുന്നതും അവരെ കേടുകളൊക്കെ തീർക്കുന്നതൊക്കെ ദൈവാത്മാവ് വെളിപ്പാട് തന്നു. സ്തോത്രം.
പിന്നെയും പിന്നെയും നാം ദൈവത്തോട് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ അതെങ്ങനെ 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 അതെങ്ങനെ. ചില വെളിപ്പാടുകൾ നമ്മൾ ഉറക്കത്തില്ല, സ്വസ്ഥ തരത്തില്ല ചില വെളിപ്പാടുകൾ. നിങ്ങൾ ദൈവത്തോട് ചോദ്യം കേട്ടോ, കർത്താവേ ചില വെളിപ്പാടുകൾ തരാൻ. വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ, അതാണ് പൗലൂസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വെളിപ്പാടിൻ്റെ ആധിക്യത്തിൽ എന്താ നിഗളിച്ച് പോകാതിരിക്കാനാണ് നിനക്ക് ചെറിയൊരു ശൂലം തന്നിരിക്കുന്നത്. ആമേൻ എന്ന് പറഞ്ഞാൽ അത്ര വെളിപ്പാട് കൊണ്ട് നിറയപ്പെട്ട വ്യക്തിയാണ് പൗലൂസ്. നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയെ, വെളിപ്പാടിനാൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി. ഇന്നലെ ഞാനൊരു പോലീസുകാരനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കുറേ വാക്കുകൾ വരുവാനിടയിൽ ഞാനിങ്ങനെ ചിന്തിച്ചു. ഒരുപാട് വാക്കുകൾ, ഇതുവരെ ഞാൻ കേൾക്കാത്ത ചില വാക്കുകൾ ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് വന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നപ്പോഴാണ് അത് എങ്ങനെയാണ് പറഞ്ഞത്. എനിക്കത് ഭയങ്കര, ഞാൻ അത് വീട്ടിൽ വന്നിട്ട് ഞാൻ ആ കാര്യം ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, പഴയ അദ്ദേഹം ഒരു ഹിന്ദുവാണ്. ഋഷിമാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവർ വനാന്തരങ്ങളിലാണ് ജീവിച്ചിരിക്കുന്നത്. വനാന്തരങ്ങളിൽ അവർ തപസ്സിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ കൂടാരം അടിക്കുന്ന വനാന്തരങ്ങളിലാണ്. ഗുഹയ്ക്കകത്തും വലിയ മരത്തിൻ്റെ ആ ചുവടിനെ അവർ പൊത്തലുണ്ടാക്കി അതിനകത്തൊക്കെ അവർ പാർക്കുന്നത്. അടുത്തെൻ്റെ ചോദ്യം, എങ്ങനെ അവർ ആഹാരം കഴിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ കാലഘട്ടങ്ങളിലെ സോളാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നും ഞെട്ടി. പകൽ സമയത്ത് സൂര്യൻ്റെ പ്രകാശം എന്ത് ചെയ്യും, ഈ സോളാർ വഴി ബാറ്ററിയിലേക്ക് എന്ത് ചെയ്യും, ചാർജ് ആകും. രാത്രിയിൽ എന്ത് ചെയ്യും എന്നറിയാമോ, കത്തും. അമ്പടാ. അപ്പോൾ എനിക്ക് അദ്ദേഹം പറയാ, അവർ ജീവിച്ചിരുന്നത് ലഘുവായ ഭക്ഷണവും ഈ സോളാറിൽ നിന്ന് പ്രാപിക്കുന്നത് പോലെ സൂര്യനിൽ നിന്ന്, അന്തരീക്ഷങ്ങളിൽ നിന്ന് അവര് അനുഗ്രഹങ്ങളും വെളിപ്പാടുകളും ദീർഘവീക്ഷണങ്ങളും പ്രാപിച്ചെടുക്കാൻ അവർ വേർപെട്ടിരിക്കുന്നു. ഇന്നും 360 വയസ്സായ ഒരു മഹർഷിയുണ്ട്, ഋഷി, ഒരു മനുഷ്യൻ 360 വയസ്സ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആഹാരമെല്ലാം വെടിഞ്ഞ് അവരവരെ ദൈവത്തെ ഭജിക്കുന്ന, നമ്മളോ, ഞാനടക്കം, ഒരു നേരം കിട്ടിയില്ലെങ്കിൽ കിടുകിട വിറയലാണ്. പിന്നെ വിശേഷിക്കപ്പെട്ട ആഹാരം വല്ലതും ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ പോലും ശ്രദ്ധിക്കാൻ കാണത്തില്ല, എപ്പോഴും അങ്ങോട്ടായിരിക്കും നോട്ടം. എടുക്കുന്നുണ്ടോ, അവളെ മുറിക്കകത്തോട്ട് പോകുന്നുണ്ടോ, അടപ്പ് അനങ്ങുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് പിന്നെ ഫുൾ നോട്ടം അവിടെ ആയിരിക്കും. ആമേ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കൃപകൾ പറഞ്ഞത് വെളിപ്പാട് പ്രാപിക്കാൻ നാം നമ്മുടെ ശരീരത്തെ തന്നെ എന്ത് ചെയ്യണം? ഈ പുറത്തെ ബോഡിയെ ഒന്ന് ബലം കുറയ്ക്കണം എന്ന് പറഞ്ഞ പോലെ ഇന്നു മുതൽ ആഹാരം മാറ്റി വയ്ക്കരുത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തൊരു കുട്ടി ചത്തു, 19 വയസ്സായ പെൺകുട്ടി, ബോഡി കുറയ്ക്കാൻ വേണ്ടി ആഹാരം മാറ്റി വെച്ചു, ചത്തുപോയി. അതുപോലെ വെച്ചളയരുത്. ഷാജി പാസ് പറഞ്ഞ് കൃപകൾ വെളിപ്പാട് പ്രാപിക്കുക, ആഹാരം മാറ്റി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു കളയരുത്. സ്തോത്രം. മാറ്റേണ്ടത് മാറ്റിയാൽ പ്രാപിക്കേണ്ടത് പ്രാപിക്കാൻ കഴിയും. ഇന്ന് രാത്രി ദൈവം അതിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് പറഞ്ഞ് ഞങ്ങൾ വിടുക. ആ ഭാഗം തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഉദ്ദേശം തീർന്നു. എന്നാൽ ഈ ലേഖനത്തിൻ്റെ അവലോകനം ഒന്ന് നമുക്ക് നോക്കാം. സ്തോത്രം. ഈ ലേഖനത്തിൻ്റെ അവലോകനം അത് ശകല 2-3 വരിയേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. തന്നെ അഭിനന്ദിക്കുന്നവർക്ക് ശേഷം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. ശേഷം വാക്യങ്ങൾ 1-2 വാക്യങ്ങൾ. രക്ഷയുടെ സ്വഭാവത്തെപ്പറ്റി എഴുതുവാനായിരുന്നു
തൻ്റെ ആദ്യത്തെ ഉദ്ദേശം. എഴുതുവാനായിരുന്നു തൻ്റെ ആദ്യത്തെ ഉദ്ദേശം. എന്ന് യൂദ വെളിപ്പെടുത്തുന്നു. മൂന്നാമത്തെ വാക്യം. എന്തായാലും ദൈവത്തിൻ്റെ കൃപയെ തടഞ്ഞുകൊണ്ടായിരുന്നു സത്യവിശ്വാസികളായ ഉപദേഷ്ടാക്കന്മാർ സഭകളിൽ സത്യത്തിൻ്റെയും സെവിൻ എന്താ എഴുതുന്ന അവിടെ? സഭകളിൽ സത്യത്തിൻ്റെയും നീതിയുടെയും അടിസ്ഥാനം ഇളകാതിരിക്കേണ്ടതിനാൽ യൂദ ഈ ലേഖനം എഴുതുവാൻ നിർബന്ധിതനായി. നാലാമത്തെ വാക്യം. അവരെ ലൈംഗിക അശുദ്ധിയിൽ നിന്നും നാലാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം. 16-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം. യൂദ അവസാനിപ്പിക്കുന്നു. ചുരുക്കിയാണേ തന്നത്, ഒത്തിരി ഉണ്ട് കേട്ടോ. അതിന് വാക്യം മാത്രം പറഞ്ഞു തന്നെ. സ്തോത്രം. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ബാക്കിയുള്ളത്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ച് മുമ്പിലോട്ട് പോകാം. 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പ്ലീസ്. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. കണ്ടോ? ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പാൻ. കണ്ടോ? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ. നിസ്സാര കാര്യമല്ല കേട്ടോ. വില കൊടുക്കണേ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ദൈവത്തെ അറിയാത്ത ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളത് തന്നെയാണ്. സ്തോത്രം. ആമേൻ.
ആമേൻ. നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വമാണ് ചുറ്റുപാടുമുള്ള ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം. അവരുടെ ആയുസ്സിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അവരുടെ ഉയർച്ചയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അവരുടെ രക്ഷയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അവരുടെ മാനസാന്തരത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അവരുടെ നിത്യജീവന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. കുറച്ചുകൂടി ചിന്തിപ്പാനുണ്ട്. ഈ ലേഖനത്തിൻ്റെ സവിശേഷതകൾ ചിന്തിപ്പാനുണ്ട്. 1, 2, 3, 4 അങ്ങനെയുണ്ട്. യൂദ എഴുതിയ ലേഖനത്തിൻ്റെ വിഷയ വിഭജനമുണ്ട്. അത് എങ്ങനെ ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടി വരും. അത് നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൽ, നമുക്ക് ഇനി ഒത്തിരി ഉണ്ടല്ലോ, ദിവസമുണ്ട്, അതിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പം നമുക്ക് നിർത്തിയത് അവലോകനം വരെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ആമേൻ.